ഈ അടുത്ത സമയത്ത് ഞങ്ങൾ കൈകാര്യം ചെയ്ത ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജോലിയായിരുന്നു ഒരു പോത്തിനെ കീഴടക്കാനായിട്ട്. പുളിക്കീടിന് സമീപം ഒരു പോത്ത് വിരണ്ടോടിയിട്ട് ആൾക്കാരെ ശരിക്കും ഉപദ്രവിക്കുന്ന തരത്തിൽ മാറുകയും ആൾക്കാരെ ശരിക്കും ഒരു 4-5 ആൾക്കാർക്ക് നല്ല ഇടി കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഒരു വലിയ അപകടകരമായ സ്ഥിതിയിലായിരുന്നു. അങ്ങനെ രാവിലെ നമുക്ക് അങ്ങനെ ഒരു കോൾ വരികയും നമ്മൾ ഉടൻ തന്നെ സേന ആ സ്ഥലത്തെത്തി. അന്നേരം നമ്മൾ ആ സ്ഥലത്തെത്തിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് കാര്യം അത്ര പന്തിയല്ലെന്ന് മനസ്സിലായി. കാരണം 1-2 പേര് ഓൾറെഡി ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അന്നേരം നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഈ പോത്തിൻ്റെ പുറകിന് പോകുന്ന ഒരു സഞ്ചാരം എന്ന് തന്നെ പറയുന്നത് ഒരു ഭയങ്കര റിസ്കി ജോബാണ്. കാരണം പോത്ത് പോകുന്ന വഴിക്ക് പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് ഇങ്ങനെ നമുക്ക് നേർക്ക് വരുന്നൊരു സാഹചര്യത്തിലാണ് പോത്തിൻ്റെ ഒരു പ്രവൃത്തികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ പാടുപെട്ട് നമ്മൾ അതിനെ പിടിക്കാനായിട്ട് ആദ്യത്തെ വട്ടം ശ്രമിച്ച് അന്നേരം പോത്ത് നമുക്ക് നേരെ തിരിഞ്ഞ് വന്ന് നമ്മളെല്ലാവരോടും ഓടി ഓരോ സ്ഥലങ്ങളിലോട്ടൊന്ന് ഒതുങ്ങി മാറി നിൽക്കേണ്ടുന്നൊരു സാഹചര്യം വന്നു. അതിന് ശേഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സുഹൃത്ത് വർഗീസ് ഫിലിപ്പ് വളരെ പെട്ടെന്ന് തന്നെ ആ പോത്തിനെ കീഴടക്കുക എന്നുള്ള ലക്ഷ്യത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടുന്നൊരു കാര്യമാണ്. കാരണം അതിനെ പിടിച്ചടക്കാനായിട്ട് അദ്ദേഹം അതിൻ്റെ പുറകിനോടി ഈ പോത്തിനെ ഏകദേശം അദ്ദേഹം കൈക്കുള്ളിലാക്കി പിടിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടെ നമ്മൾ ഓടിയെത്തുന്നതിന് മുമ്പ് തന്നെ പോത്ത് ഇദ്ദേഹത്തെ വലിച്ചുകൊണ്ട് ഓടുകയും ഇദ്ദേഹത്തിൻ്റെ ദിശ മാറി ഇദ്ദേഹം മറിഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. മറിഞ്ഞു വീണ സാഹചര്യം ഉണ്ടായിട്ട് ഇദ്ദേഹം എണീച്ച് വീണ്ടും ഈ പോത്തിനെ പിടിക്കാൻ ഒന്നുകൂടെ ശ്രമിക്കുകയും ആ ശ്രമത്തിനിടയിൽ പുള്ളിയുടെ വാരിയലിനും അത് കാലിൻ്റെ ഭാഗത്തിനുമായിട്ട് നല്ല തൊഴിയും ഇടിയും കിട്ടുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഈ പോത്ത് അവിടെ നിന്ന് വളരെ ദൂരത്തോട്ട് ഓടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ പുറകിന് ഇദ്ദേഹത്തെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള മാർഗ്ഗങ്ങൾ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പുറകിന് പോയി ഏകദേശം 1 മണിക്കൂറിന് മുകളിലെടുത്തു. ആ പോത്തിനെ നമുക്കൊരു വയലിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഒതുക്കത്തിൽ ഒരു കാടിൻ്റെ ഇടയ്ക്ക് ആയിട്ട് നമുക്ക് കിട്ടി. ഏതാണ്ട് 450-500 കിലോയോളം വരുന്നൊരു വലിയ പോത്താണ്. അന്നേരം അതിൻ്റെ ഉടമസ്ഥനും സ്ഥലത്തുണ്ട്. അന്നേരം ഉടമസ്ഥൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു പ്രതീക്ഷ ഉടമസ്ഥനെ കാണുമ്പോൾ അത് കുറച്ച് മയപ്പെടുമെന്നാണ്. പക്ഷേ ഉടമസ്ഥൻ വന്നപ്പം ഉടമസ്ഥന് നേരെ അതിനേക്കാൾ ശക്തമായിട്ട് അത് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അന്നേരം നമുക്കത് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ആക്രമണകാരിയായിട്ട് നിൽക്കുകയാണ് ഈ പോത്ത്. അങ്ങനെ നമ്മൾ വളരെ സാഹസപ്പെട്ട ഒരു മരത്തിനകത്തൂടെ നമ്മൾ തൂങ്ങി നിന്നുകൊണ്ട് ഒരു റോപ്പിട്ട് ഇതിൻ്റെ കഴുത്തിലിടാനുള്ളൊരു ശ്രമം നടത്തി. 1-2 വട്ടം ശ്രമിച്ചു നോക്കിയിട്ട് അത് നടന്നില്ല. എങ്കിൽ പോലും കാരണം ഇത് നമ്മുടെ നേർക്ക് വരിക. അന്നേരം നമ്മൾ മാക്സിമം ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ഒക്കത്തില്ല. ഒരു 3-4 പേരുടെ ഒരു കൂട്ടായ പ്രയത്നം ഒരു പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു മരത്തിനകത്ത് നിന്നിട്ട് നമ്മളതിൻ്റെ ദേഹത്തോട്ട് നല്ല രീതിയിൽ ഒരു കുരുക്കിട്ട് അതിനെ അവിടെ വെച്ച് കീഴ്പ്പെടുത്താൻ പറ്റി. അത് ഒരു മറക്കാനാവാത്ത സംഭവമായിട്ടാണ് തോന്നിയത്. കാരണം പലരുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിൽ നിന്നൊരു പോത്താണ്. വെടിവെച്ച് ഇടേണ്ടുന്ന ഒരു സാഹചര്യം വരും എന്ന നിലയിലോട്ടൊക്കെ എത്തുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മളതിനെ കൈകാര്യം ചെയ്ത് പിടിച്ചടക്കുകയൊക്കെ ചെയ്തത്. നമ്മുടെ സ്റ്റേഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ അത്രയും സംഘബലത്തോടെ അത് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റി എന്ന് പറയുന്ന ഒരു വലിയ മറക്കാനാവാത്തൊരു സംഭവമാണ്.